ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെം എക്സാമിന് വേണ്ടിയിട്ടുള്ള എക്സാം ബേസ്ഡ് ക്ലാസ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ബ്ലോക്കിലെ 2 യൂണിറ്റുകൾ നമ്മൾ പറഞ്ഞിരുന്നു. മൂന്നാമത്തെ യൂണിറ്റിൽ ക്വസ്റ്റ്യൻ ആൻസറുകളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഒപ്പം പെയ്ഡ് നോട്ട്സോ പെയ്ഡ് അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോസ് ലാസ്റ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ആയിട്ട് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പിൽ വരികയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ഇതിൽ മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ജനറൽ എക്കണോമിക്സിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ഡിമാൻഡിനെയും സപ്ലൈയും കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കിന് ക്വസ്റ്റ്യൻ വിച്ച് ആർ ദ ക്രിറ്റിക്കൽ കോമ്പണൻസ് ഓഫ് ഡിമാൻഡ് എന്നാണ്. ഡിമാൻഡിൻ്റെ നിർണ്ണായക ഘടകങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഡിമാൻഡിൻ്റെ നിർണ്ണായക ഘടകങ്ങൾ പറയുന്നത് നമുക്ക് വെറും 3 പോയിന്റുകൾ എഴുതാം. അപ്പോൾ 2 മാർക്കിന് ചോദിക്കുമ്പോൾ 1 മാർക്കിനാണെങ്കിൽ ആ 3 പോയിന്റുകൾ എഴുതി വെച്ചു. പക്ഷേ 2 മാർക്കിന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് ഡിമാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിമാൻഡിൻ്റെ ക്രിറ്റിക്കൽ പോയിന്റിലേക്ക് നമ്മൾ വരണം കേട്ടോ. എന്താണ് ഡിമാൻഡ്? എക്കണോമിക്സിൽ എന്താണ് ഡിമാൻഡ് എന്നാണ് പറയുക. അപ്പോൾ ഉപഭോക്താക്കൾ ഒരു നിശ്ചിത കാലയളവിൽ ഒരു പ്രത്യേക വിലയ്ക്ക് എത്രമാത്രം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങുമെന്നതിനെയാണ് ഡിമാൻഡ് സൂചിപ്പിക്കുന്നത്. അതായത് വാങ്ങാനുള്ള കഴിവിൻ്റെയും സന്നദ്ധതയുടെയും പിൻബലമുള്ള ആഗ്രഹത്തെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്? ഡിമാൻഡ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഡിമാൻഡിൻ്റെ 3 നിർണ്ണായക ഘടകങ്ങളാണ് ചരക്കിൻ്റെ വില, ചരക്കിൻ്റെ അളവ്, കാലഘട്ടം എന്നിവ എന്ന് എഴുതി വെച്ചാൽ അത്ര എഴുതാറുള്ളൂ. അത് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇനി രണ്ടാമത് 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഡിമാൻഡ് ഫംഗ്ഷൻ? എന്താണ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് എന്നത് ഒരേ സമയം എന്താ പറയുക നിരവധി ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു വൈവിധ്യമാർന്ന ബന്ധമാണ്. ആവശ്യപ്പെടുന്ന ഒരു ചരക്കിൻ്റെ അളവും അതിൻ്റെ പല നിർണ്ണായക ഘടകങ്ങളും തമ്മിലുള്ള ബന്ധമാണ് ഡിമാൻഡ് ഫംഗ്ഷൻ. എന്താണ് ആവശ്യപ്പെടുന്ന ഒരു ചരക്കിൻ്റെ അളവും അതിൻ്റെ പല നിർണ്ണായക ഘടകങ്ങളും തമ്മിലുള്ള ബന്ധത്തെയാണ് എന്ത് പറയുക? ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഒരു ഉൽപ്പന്നത്തിൻ്റെ വില, ഉപഭോക്താവിൻ്റെ വരുമാനം, ആപേക്ഷിക ചരക്കുകളുടെ വില, അതുപോലെ ഉപഭോക്താവിൻ്റെ അഭിരുചികൾ, വരുമാന വിതരണം, ജനസംഖ്യയുടെ വലിപ്പം, ഉപഭോക്താവിൻ്റെ സമ്പത്ത്, വായ്പാ ലഭ്യത, സർക്കാർ നയങ്ങൾ, മുൻകാല ഡിമാൻഡ്, അതായത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ എത്രമാത്രം ആവശ്യക്കാരുണ്ടായിരുന്നു, വരുമാന നിലവാരം എന്നിവ വിപണി ഡിമാൻഡിനെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ചിലതാണ്. ഇതൊക്കെ കൂടി ഇതിനോട് ചേരുന്നതാണ്, ഡിമാൻഡിനോട് ചേരുന്നതാണ് എന്ത്? ഡിമാൻഡ് ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രയാണ് അതിൻ്റെ ആൻസർ കൊടുക്കുന്നത്. മൂന്നാമത്തെ ചോദ്യമാണ് എക്സ്പ്ലെയിൻ ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ഡിമാൻഡ് നിയമം വിശദീകരിക്കുക എന്നാണ്. അതും 4 മാർക്കിനാണ് കേട്ടോ ചോദിക്കാം. ആദ്യം പറഞ്ഞ 2 ക്വസ്റ്റ്യൻ 2 മാർക്കിനുള്ളതാണ്. ഇനി 4 അല്ലെങ്കിൽ 5 മാർക്കിന് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ 4 അല്ലെങ്കിൽ 5 ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. രണ്ടായാലും ഒരേ അളവാണ് നമുക്ക് എഴുതാനുള്ളത് കേട്ടോ. ലോ ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ഡിമാൻഡ് നിയമം. ഡിമാൻഡ് നിയമം എന്നതൊരു സാമ്പത്തിക തത്വമാണ്. ഒരു ചരക്കിൻ്റെ വിലയും ആ ചരക്ക് ആവശ്യപ്പെടുന്ന അളവും തമ്മിൽ ഒരു വിപരീത ബന്ധമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു നിയമമാണത്. ഏതെങ്കിലും ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് ഉപഭോക്താക്കൾക്ക് അത് വാങ്ങാനുള്ള സന്നദ്ധത കുറവോ അല്ലെങ്കിൽ മറ്റ് ചരക്കുകളോ സേവനങ്ങളെയോ അപേക്ഷിച്ച്, അതായത് അതല്ലാത്ത മറ്റ് ചരക്കുകളെയോ സേവനങ്ങളെയോ അപേക്ഷിച്ച് താരതമ്യേന ചെലവേറിയതാണെങ്കിൽ പോലും ആ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഡിമാൻഡ് നിയമം. അതായത് നേരെ മറിച്ച് സേവനങ്ങൾക്കായുള്ള ഏതെങ്കിലും ചരക്കുകളുടെ വില കുറയുന്നതിനാൽ ഉപഭോക്താക്കൾ അത് താരതമ്യേന കുറഞ്ഞ വിലയായി മാറുന്നതുകൊണ്ട് അത് വാങ്ങാൻ കൂടുതൽ തയ്യാറാണ്, അല്ലെങ്കിൽ അവർക്ക് വില കുറയുമ്പോൾ അത് വാങ്ങാൻ കഴിയും. എങ്കിലും ഡിമാൻഡിനെ ബാധിക്കുന്ന മറ്റെല്ലാ ഘടകങ്ങളും, അതായത് ഇപ്പോൾ വരുമാനം, അഭിരുചികൾ, മുൻഗണനകൾ, അതുപോലെ ചരക്കുകളുടെ ലഭ്യത എന്നിവ സ്ഥിരമായി നിൽക്കുമെന്ന് ഡിമാൻഡ് നിയമം അനുമാനിക്കുന്നുമുണ്ട്. ഈ ഘടകങ്ങളിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ഡിമാൻഡ് കർവ് മാറും. കൂടാതെ വിലയും ഡിമാൻഡ് അളവും തമ്മിലുള്ള ബന്ധവും മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും എന്നുള്ളതാണ് ഡിമാൻഡ് നിയമം കേട്ടോ. അതാണ് അതിൻ്റെ. പക്ഷെ നമ്മൾ 5 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ ഇത്രയും നമ്മൾ എഴുതിയല്ലേ പറ്റുള്ളൂ കേട്ടോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഡിഫറെൻറ്റ് ടൈപ്സ്. ഡിമാൻഡിൻ്റെ ഇലാസ്തികത എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്താണ് അതിൻ്റെ വിവിധ രൂപങ്ങൾ വിശദമാക്കുക എന്നാണ്. ഒരു ചരക്കിൻ്റെ ആവശ്യകത, അതിൻ്റെ വില, അനുബന്ധ സാധനങ്ങളുടെ വില, വാങ്ങുന്നയാളുടെ വരുമാനം, അവരുടെ അഭിരുചികളും മുൻഗണനകളും മുതലായ ഉൾപ്പെടെ വിവിധ ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഇലാസ്തികത പ്രതികരണത്തിൻ്റെ അളവ് സൂചിപ്പിക്കുന്നു. ഡിമാൻഡിൻ്റെ ഇലാസ്തികത എന്നത് ഡിമാൻഡ് എത്രത്തോളം പ്രതികരിക്കുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ചോദിച്ചില്ലേ. വിവിധതരം ഡിമാൻഡ് ഇലാസ്തികതകൾ. ഒന്നാമത്തത് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയാണ്. അതായത് വില ഇലാസ്തികത, ഡിമാൻഡിൻ്റെ വില ഇലാസ്തികത എന്ന് പറയും. ഡിമാൻഡ് നിയമം അനുസരിച്ച് വിലയും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? വിപരീതമാണ്. അതായത് വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. പറഞ്ഞല്ലോ നമ്മൾ. വിലയും ഡിമാൻഡും തമ്മിലുള്ള
ദിശയെക്കുറിച്ച് മാത്രമാണ് ചോദന നിയമം പറയുന്നത്. വിലയിലെ മാറ്റത്തിനനുസരിച്ച് ഡിമാൻഡിൻ്റെ വളർച്ചയിൽ എത്ര കണ്ട് മാറ്റം ഉണ്ടാകുമെന്നതിനെക്കുറിച്ച് ഡിമാൻഡ് നിയമത്തിൽ പറയുന്നില്ല. വിലയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ തോതിനെയാണ് എന്ത് പറയുക, വില ഇലാസ്തികത എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കിട്ടിയല്ലോ, എന്താണ് വില ഇലാസ്തികത അല്ലെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയാണ്. രണ്ടാമത്തത് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഡിമാൻഡിൻ്റെ വരുമാന ഇലാസ്തികത. ഡിമാൻഡിൻ്റെ വരുമാന ഇലാസ്തികത എന്നത് ഒരു നിശ്ചിത സാധനത്തിൻ്റെ ഡിമാൻഡിലെ മാറ്റത്തിനൊപ്പം ഉപഭോക്താക്കളുടെ വരുമാനത്തിലെ മാറ്റത്തോടുള്ള പ്രതികരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു പ്രത്യേക ഉൽപ്പന്നത്തിന് ഡിമാൻഡിൻ്റെ വർധന ഇലാസ്തികത പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലെങ്കിൽ പ്രതികരിക്കാത്തതാവാനും സാധ്യതയുണ്ട്. ഒരു നിശ്ചിത ഉൽപ്പന്നത്തിനായുള്ള ഡിമാൻഡിൻ്റെ വരുമാന ഇലാസ്തികത വലുതായതിനാൽ ഉപഭോക്താവിൻ്റെ വരുമാനത്തിലെ മാറ്റത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഡിമാൻഡിൻ്റെ വില മാറ്റം സംഭവിക്കും. അപ്പോൾ അതായത് ഡിമാൻഡിൻ്റെ വില ഇലാസ്തികത സമം എന്താണ് സമവാക്യം, ഡിമാൻഡിൻ്റെ വില ഇലാസ്തികത സമം ഡിമാൻഡ് അളവിൻ്റെ ശതമാനത്തിലെ മാറ്റം ബൈ ഉപഭോക്താവിൻ്റെ വരുമാനത്തിലെ മാറ്റം. അതായത് ഉപഭോക്താവിന് വരുമാനം കൂടുതലുണ്ടെങ്കിൽ ഡിമാൻഡ് കൂടുതലായിരിക്കും, ഉപഭോക്താവിന് വരുമാനം കുറവാണെങ്കിൽ ഡിമാൻഡ് അല്ലെങ്കിൽ ആവശ്യം കുറവായിരിക്കും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി മൂന്നാമത്തത് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഡിമാൻഡിൻ്റെ ക്രോസ് ഇലാസ്തികത. എന്താ നോക്കുക, ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന സാധന ചരക്കിൻ്റെ ഡിമാൻഡ് അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളുടെ വിലയിൽ, അതായത് പകരം സാധനങ്ങൾ അല്ലെങ്കിൽ അനുബന്ധ വസ്തുക്കളുടെ വിലയിൽ മാറ്റം വരുന്നത് എത്രത്തോളം പ്രതികരിക്കുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് സമം ഡിമാൻഡിൻ്റെ അളവിലെ ശതമാനത്തിലെ മാറ്റം ബൈ അനുബന്ധ വസ്തുക്കളുടെ വിലയിലെ മാറ്റം. അതായത് നമുക്കൊരു വസ്തുവിന് പകരം ഒരു വസ്തു വാങ്ങാൻ കഴിയും. ഇപ്പോൾ പിന്നെ നമുക്ക് എഴുതാം, പേന നമുക്ക് വാങ്ങാൻ കഴിയും. സിമ്പിൾ ഉദാഹരണം പറയാനുണ്ടോ, ഒരു പേന നമുക്ക് വാങ്ങാൻ കഴിയില്ല, നമുക്ക് പെൻസിൽ വെച്ച് എഴുതാം അല്ലേ, അല്ലെങ്കിൽ സ്കെച്ച് പെന്ന് വെച്ച്. അപ്പോൾ സ്കെച്ച് പെന്നിനാണ് വില കുറവ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പേന അവിടെ മാറ്റി നിർത്തിയിട്ട് സ്കെച്ച് പെന്ന് കനം കുറഞ്ഞ സ്കെച്ച് പെന്ന് വാങ്ങിയിട്ട് നമ്മൾ എഴുതാം. അപ്പോൾ അതെന്താണ്, നമുക്ക് പകരം വസ്തുവിൻ്റെ വില കുറവാണെങ്കിൽ അത് നമ്മൾ ഡിമാൻഡിൻ്റെ ഒരു നിയമം പോലെ പറയുക തന്നെയാണ് കേട്ടോ. അതിന് വില കൂടുകയോ കുറയോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എന്തുകൾ ചെയ്യും ആളുകൾ, ആ ഒറിജിനൽ വസ്തുവിൽ നിന്ന് നമ്മൾ പകരം ബദൽ വസ്തുവിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതാണ് ഈ ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മനസ്സിലായി കാണും എന്ന് വിചാരിക്കണം. ഇനി മറ്റൊരു ചോദ്യമാണ് വാട്ട് ഈസ് സപ്ലൈ, എന്താണ് വിതരണം. സപ്ലൈ, സാധനങ്ങൾ വാങ്ങുന്നവരാണെന്ത്, സാധനങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടാക്കുന്ന ആളുകൾ. അപ്പോൾ ഒരു സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്, വിതരണമാണ് അല്ലേ, പ്രധാനം എന്ന് പറയും നമ്മൾ. ഒരു സന്ദർഭത്തിൽ വിൽപ്പനയ്ക്ക് വേണ്ടി വിപണികളിൽ തയ്യാറാക്കുന്ന ചരക്കുകൾക്കാണ് എന്ത് പറയുക, സപ്ലൈ അല്ലെങ്കിൽ പ്രധാനം എന്ന് പറയുക. ഡിമാൻഡ് ചോദനമാണ് മലയാളത്തിൽ കേട്ടോ, സപ്ലൈ പ്രധാനം. എന്താണ്, ഒരു സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വിൽപ്പനയ്ക്ക് വേണ്ടി വിപണികളിൽ തയ്യാറാക്കുന്ന ചരക്കുകൾക്കാണ് സപ്ലൈ എന്ന് പറയുന്നത്. വിതരണത്തിന് അല്ലെങ്കിൽ സപ്ലൈക്ക് 3 ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തത്, ഒരു സ്ഥാപനം വിതരണം ചെയ്യാൻ തയ്യാറുള്ള ചരക്കിൻ്റെ അളവ്, ഒരു സ്ഥാപനം വിതരണം ചെയ്യാൻ തയ്യാറുള്ള ചരക്കിൻ്റെ അളവ്. രണ്ടാമത്തത്, ആ അളവിന് സ്ഥാപനം നൽകാൻ തയ്യാറാവുന്ന വില. അയാൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നത്തിന് സ്ഥാപനം കൊടുക്കാൻ, എവിടെയാണോ വിൽക്കുന്നത് ആ സ്ഥാപനം കൊടുക്കാൻ തയ്യാറുള്ളൊരു വിലയുണ്ടാവില്ല, അത്. മൂന്നാമത്തത്, ആ അളവ് വിതരണം ചെയ്യാൻ തയ്യാറുള്ള കാലയളവ്, എത്ര കാലയളവ് വരെ അത് വിതരണം ചെയ്യാൻ പറ്റും. നമ്മുടെ ഡേറ്റ് പറയില്ല അത് കേട്ടോ. അപ്പോൾ ഇത് 3 അതുകൂടി ചേർത്ത് എഴുതുമ്പോഴാണ് അതിന് മാർക്ക് കിട്ടുക കേട്ടോ. ഇന്ന് നമ്മളോട് ചോദിക്കുന്ന ഡിസ്കസ് ദ സപ്ലൈ ഫംഗ്ഷൻ, ഇതൊക്കെ കൂടി കൂട്ടിയിട്ടും ചോദിക്കട്ടോ. വാട്ട് ഈസ് സപ്ലൈ ആൻഡ് ഡിസ്കസ് ദ സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ എന്താണ് ഡിസ്കസ് ദ ഡിറ്റർമിനൻ്റ് ഓഫ് സപ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ട് ചേർത്തിട്ട് എല്ലാം കൂടി ചേർത്തിട്ടും അങ്ങനെയും ചോദിക്കാം. അപ്പോൾ അങ്ങനെ സപ്ലൈ ഫംഗ്ഷൻ നോക്കും, ഓരോന്നോരോന്ന് പഠിക്കാൻ നമുക്ക് പഠിക്കേണ്ടതായിരിക്കും. നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നിച്ച് പഠിച്ചു വെച്ചോളൂ. സപ്ലൈ ഫംഗ്ഷൻ അല്ലെങ്കിൽ സപ്ലൈ ഫംഗ്ഷൻ എന്താണെന്നല്ലേ നമ്മൾ ചോദിച്ചിട്ടുള്ളത്, ഡിസ്കസ് സപ്ലൈ ഫംഗ്ഷൻ അല്ലെ, സപ്ലൈ ഫംഗ്ഷൻ ചർച്ച ചെയ്യുക എന്നാണ്. ഒരു സ്ഥാപനം വിതരണം ചെയ്യുന്ന ഉൽപ്പന്നത്തിൻ്റെ വിവിധ അളവുകളും അളവുകളെ ബാധിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സപ്ലൈ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു. വിതരണ പ്രവർത്തനത്തെ ഗണിതശാസ്ത്ര രൂപത്തിൽ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ Q = F×Pn F1 F2 ... Fm T1 TRG എന്നവർ അല്ല. അത് നമുക്ക് പഠിക്കാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും, നമുക്ക് കഴിയില്ല അങ്ങനെ. അപ്പോൾ അത് വേണ്ട, നിങ്ങൾ നിർവചനം മലയാളത്തിൽ അങ്ങനെ കൊടുത്തോളൂ, ഗണിതശാസ്ത്ര രൂപമൊന്നും കൊടുക്കേണ്ടതില്ല കേട്ടോ. അപ്പോൾ അതായത് ഒരു സപ്ലൈ ഫംഗ്ഷൻ സാധാരണയായിട്ട് വിലയും വിതരണം ചെയ്യുന്ന അളവും തമ്മിലുള്ള ബന്ധത്തെയാണ് ചിത്രീകരിക്കുന്നത്. ഒരു സപ്ലൈ ഫംഗ്ഷൻ സാധാരണയായിട്ട് വിലയും വിതരണം ചെയ്യുന്ന അളവും തമ്മിലുള്ള ബന്ധത്തെയാണ് ചിത്രീകരിക്കുന്നത്. ഒരു വിൽപ്പനക്കാരൻ വ്യത്യസ്ത വില നിലവാരത്തിൽ നൽകുന്ന ഒരു ചരക്കിൻ്റെ അളവാണത് പ്രദർശിപ്പിക്കുന്നത് എന്നാണ്. ഒരു വിൽപ്പനക്കാരൻ വ്യത്യസ്ത വില നിലവാരത്തിൽ നൽകുന്ന ഒരു ചരക്കിൻ്റെ അളവാണത് പ്രദർശിപ്പിക്കുന്നത്. ഇത്രയാണ് അതിൽ ഫംഗ്ഷനിൽ വരുന്നത് കേട്ടോ. നമ്മൾ അതോടൊപ്പം ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, വാട്ട് ആർ ദ ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ, വിതരണത്തിൻ്റെ നിർണായക ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്.
നോക്കുക, വിതരണത്തിൻ്റെ നിർണായക ഘടകങ്ങൾ. വിതരണത്തിൻ്റെ നിർണായക ഘടകങ്ങൾ വിവിധ വിലകളിൽ വിതരണക്കാർ വിൽക്കാൻ തയ്യാറുള്ള ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ അളവിനെ സ്വാധീനിക്കുന്ന വിവിധ ഘടകങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. വിതരണത്തിൻ്റെ പ്രധാന നിർണായക ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഒന്നാമത്തത് ഇൻപുട്ടുകളുടെ വില, അസംസ്കൃത വസ്തുക്കളുടെ മെഷീനറികൾ പോലെയുള്ള ഇൻപുട്ടുകളുടെ വില. രണ്ടാമത്തത് സാങ്കേതിക മാറ്റങ്ങൾ, ഇപ്പോൾ സാങ്കേതിക വിദ്യ യന്ത്ര സംവിധാനങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ. മൂന്നാമത്തത് വിതരണക്കാരുടെ എണ്ണം. വിതരണക്കാരുടെ എണ്ണം കൂടുമ്പോൾ വിലയിൽ മത്സരം ഉണ്ടാവുള്ളൂ. നാലാമത്തത് ഗവൺമെൻറ് നയങ്ങൾ അല്ലെങ്കിൽ നികുതി പോലെയുള്ള ഗവൺമെൻറ് നയങ്ങൾ. അഞ്ചാമത്തത് ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വില. ഭാവിയിൽ കുറയാൻ സാധ്യതയുണ്ടെങ്കിൽ ആളുകൾ വെയിറ്റ് ചെയ്യുമല്ലോ ചില സാധനങ്ങൾക്ക് അല്ലേ, അപ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വില. ആറാമത്തത് അനുബന്ധ വസ്തുക്കളുടെ വില, അതിന് പകരം വെക്കാൻ പറ്റുന്ന മറ്റ് വസ്തുക്കളുണ്ടെങ്കിൽ അതിൻ്റെ വില നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ഇതൊക്കെ കൂടാതെ കാലാവസ്ഥ, സമരങ്ങൾ, അധികാര തകർച്ച എന്നിവയും വിതരണത്തിൻ്റെ പ്രധാന നിർണായക ഘടകങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ഇത്ര എഴുതുക കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് സപ്ലൈ. സപ്ലൈയുടെ നിയമം വിശദീകരിക്കാം. ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ പറഞ്ഞു, അതേപോലെ ലോ ഓഫ് സപ്ലൈ പ്രധാന നിയമം എന്തൊക്കെയാണ്? പ്രധാന നിയമം അല്ലെങ്കിൽ പ്രധാനത്തിൻ്റെ നിയമം അല്ലെങ്കിൽ സപ്ലൈ നിയമം, വിതരണ നിയമം എന്നൊക്കെ പറയും കേട്ടോ. ഇതൊരു സാമ്പത്തിക തത്വമാണ്. ഡിമാൻഡ് ലോ പറഞ്ഞ പോലെ തന്നെ അതൊരു സാമ്പത്തിക തത്വമാണ്. സപ്ലൈ ലോ എന്ന് പറയുന്നത് എന്താണ്? ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക തത്വമാണ്. മറ്റെല്ലാ ഘടകങ്ങളും സ്ഥിരമായതിനാൽ ഏതെങ്കിലും ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് നിർമ്മാതാക്കൾ വിതരണം ചെയ്യുന്ന അളവ് വർദ്ധിക്കും. തിരിച്ചു സംഭവിക്കാം അല്ലേ. അങ്ങനെ വിതരണ നിയമം അനുസരിച്ച് ഒരു ചരക്കിൻ്റെ വില അതിൻ്റെ വിതരണത്തെ നേരിട്ട് ബാധിക്കുന്നു. വിതരണം ചെയ്യുന്ന അളവ് വിലയെ ആശ്രയിച്ചിരിക്കും. ഉയർന്ന വില വിതരണം ചെയ്യുന്ന അളവ് കൂട്ടും. കുറഞ്ഞ വില വിതരണം ചെയ്യുന്ന അളവ് കുറയാനും ഇടവരുത്തും. നോക്കി നമ്മൾ ഡിമാൻഡിൽ പറഞ്ഞ എങ്ങനെയാണ് വില കുറയുമ്പോൾ ആവശ്യക്കാരോട്, ഇവിടെ എങ്ങനെയാണ് ഉയർന്ന വില വിതരണം ചെയ്യുന്ന അളവ് കൂട്ടും, കുറഞ്ഞ വില വിതരണം ചെയ്യുന്ന അളവ് കുറയാനും ഇടവരുത്തും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിർമ്മാതാക്കൾ ഒരു നിശ്ചിത വിപണിയിൽ വിൽക്കാൻ തയ്യാറുള്ളതും പ്രാപ്തിയുള്ളതുമായ സാധനങ്ങളുടെ വിലയും വസ്തുക്കളുടെ അളവും തമ്മിലുള്ള ഒരു ബന്ധമാണ് ലോ ഓഫ് സപ്ലൈ അല്ലെങ്കിൽ വിതരണത്തിൻ്റെ നിയമം എന്ന് പറയുന്നത്. ഇത് ചോദന വക്രം അല്ലെങ്കിൽ വിതരണ വക്രം പോസിറ്റീവ് ചരിവുള്ളതാണ്. ഇത് വിതരണം ചെയ്യുന്ന വിലയും അളവും തമ്മിലുള്ള ബന്ധത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇൻപുട്ട് ചെലവുകൾ, സാങ്കേതിക വിദ്യ, സർക്കാർ നയങ്ങൾ എന്നിങ്ങനെ വിതരണത്തെ ബാധിക്കുന്ന മറ്റെല്ലാ ഘടകങ്ങളും സ്ഥിരമായി നിൽക്കുമെന്ന് സപ്ലൈ നിയമം അനുമാനിക്കുന്നു. ഈ ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മാറുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു ഭാഗത്തെ അല്ലെങ്കിൽ ഏതൊരു വസ്തുത മാറുകയാണെങ്കിൽ വിതരണ ക്രമവും വക്രം മാറും. കൂടാതെ വിതരണം ചെയ്യുന്ന വിലയും അളവും തമ്മിലുള്ള ബന്ധത്തിലും നല്ല മാറ്റം ഉണ്ടാകും. ഇത്ര അതിൽ ആൻസറായി കൊടുക്കണം കേട്ടോ. ഇനി ലാസ്റ്റ് ചോദിക്കാൻ സാധ്യത ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് ഇക്വിലിബ്രിയം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ എന്ന ആശയം ചർച്ച ചെയ്യുക എന്നാണ്. എന്താണ് സന്തുലിതാവസ്ഥ? മാറ്റമില്ലാത്ത അവസ്ഥയാണ് സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഒരു ഉൽപ്പാദകന് ഒരു നിശ്ചിത ഉൽപ്പാദന തലത്തിൽ നിന്ന് മാറാൻ താല്പര്യമില്ലാത്ത അവസ്ഥയാണത് സൂചിപ്പിക്കുന്നത്. മൈക്രോ എക്കണോമിക്സിൽ സന്തുലിതാവസ്ഥ എന്നത് ചരക്കിൻ്റെ വിതരണം അതിൻ്റെ ആവശ്യത്തിന് തുല്യമായൊരു സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വിപണി സന്തുലിതാവസ്ഥയിലായിരിക്കുമ്പോൾ അധിക വിതരണമോ അധിക ഡിമാൻഡോ ഉണ്ടാവില്ല. അതേസമയം അസന്തുലിതാവസ്ഥ എന്നത് ഒരു ചരക്കിൻ്റെ വിതരണം അതിൻ്റെ ആവശ്യത്തിന് തുല്യമല്ലാത്ത ഒരു സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. മാർക്കറ്റ് വില വളരെ ഉയർന്നതോ താഴ്ന്നതോ ആയിരിക്കുമ്പോൾ ആണ് എന്ത് സംഭവിക്കുന്നത്? അസന്തുലിതാവസ്ഥ സംഭവിക്കുന്നത്. അസന്തുലിതാവസ്ഥയിൽ വിപണിയെ സന്തുലിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്നതിനുള്ള ഒരു ശക്തിയുണ്ട്. കമ്പോള വില നിർണ്ണയിക്കുന്നത് പ്രധാനങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ്. ചോദന പ്രധാനങ്ങളുടെ തനതായ സ്വഭാവവും അവയിലുണ്ടാകുന്ന മാറ്റങ്ങളും കമ്പോള വിലയെ സ്വാധീനിക്കാറുണ്ട്. ഇതുമൂലം കമ്പോള വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. നിലവിലുണ്ടാകുന്ന വ്യതിയാനത്തിനനുസരിച്ച് ചോദനമോ പ്രധാനമോ മാറുകയാണെങ്കിൽ ആ വ്യത്യാസം ചോദനത്തിൻ്റെയും പ്രധാനത്തിൻ്റെയും അളവിൽ മാത്രമേ പ്രകടമാകുന്നുള്ളൂ. പ്രധാനം സ്ഥിരമായി നിന്നുകൊണ്ട് ചോദനം വർദ്ധിക്കുമ്പോൾ കമ്പോള വില ഉയരുന്നു. മറിച്ച് പ്രധാനം സ്ഥിരമായിരിക്കുമ്പോൾ ചോദനം കുറഞ്ഞാൽ കമ്പോള വില കുറയുകയും ചെയ്യുന്നു. ഇത്ര എഴുതിയാലും 2 മാർക്കേ കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളോടിപ്പോൾ എക്വിലിബ്രിയം അതുപോലെ അസന്തുലിതാവസ്ഥയും ചോദിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ആൻസർ അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. ഇതിൽ കാര്യമായിട്ട് എസ് ചോദിച്ച് കാണാമല്ലോ. ഇനി സപ്ലൈ കുറിച്ച് ഒന്നിച്ച് ചോദിക്കുമ്പോഴും ഡിമാൻഡിനെ കുറിച്ച് ഒന്നിച്ച് ചോദിക്കുമ്പോഴും ഒന്നിച്ച് കൂടി ചോദിച്ച് എല്ലാം കൂടി ചേർത്ത് ചോദിക്കുകയാണെങ്കിൽ എസ് ആയിട്ടും ചോദിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആൻസർ എഴുതാൻ നിങ്ങൾ തയ്യാറാവുക. ഓക്കെ, താങ്ക്സ്. ഇനി ഇതിലൊരു യൂണിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ബ്ലോക്ക് കഴിഞ്ഞു. ഓക്കെ.